സ്വാഗതം ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, സ്കൂൾ മാനേജർ, ഈ സ്കൂളിൻ്റെ HM കൂടിയായ ബഷീർ മാഷ്, നമുക്കധികമായി എത്തിയിട്ടുള്ള നമ്മുടെ തിരുവങ്ങാടി സ്കൂളിൻ്റെ HM ടീച്ചർ, കരിങ്കപ്പാറ സ്കൂളിൻ്റെ അതേപോലെ സ്കൂളിലെ വിദ്യാർത്ഥിനികളും നമ്മളിന്ന് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഒരു വിജയികളെ ആദരിക്കുന്ന ചടങ്ങിലാണല്ലോ. ഇതുപോലെ എല്ലാ മക്കൾക്കും നല്ല വിജയങ്ങൾ കൈവരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഇവിടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഈ ചടങ്ങിൻ്റെ പ്രൗഢമായ ഉദ്ഘാടനം ഹ്രസ്വമായ വാക്കുകളിൽ നമ്മുടെ വാർഡ് മെമ്പർ നിർവഹിച്ചു കഴിഞ്ഞു. അടുത്തതായി ആദരവും അതോടൊപ്പം തന്നെ നമ്മുടെ DOയുടെ ഒരു ചെറിയ പ്രഭാഷണവും ഈ വേദിയെ അലങ്കരിക്കാൻ പോവുകയാണ്. ആദരിക്കുന്ന രണ്ട് മഹത് വ്യക്തിത്വങ്ങളെ ഒരു പക്ഷേ നമുക്കവരെ ലിറ്റിൽ മാസ്റ്റേഴ്സ് എന്ന് വിളിക്കാം. ഈ വിദ്യാലയത്തിൻ്റെ ഒപ്പം തന്നെ നേരത്തെ പഠിച്ച കരിങ്കപ്പാറ GUP സ്കൂളിൻ്റെയും പേരിന് പ്രത്യേകിച്ച് പാരിസ്ഥിതിക രംഗത്ത് മനുഷ്യൻ ചെയ്യുന്ന ആഘാതങ്ങളെ കൃത്യമായി വരച്ചു കാണിച്ച്, എന്നാൽ മറ്റു ജീവജാലങ്ങൾ ഈ പ്രകൃതിക്ക് നൽകുന്ന കരുതലിനെ എടുത്തു കാണിച്ച തൻ്റെ മൂർച്ചയേറിയ വരികൾ കൊണ്ട് നമ്മുടെ നിയമസഭാ ബജറ്റിലെ പ്രത്യേകിച്ച് ധനകാര്യ മന്ത്രിയുടെ പ്രഭാഷണത്തെ ഏറ്റവും മനോഹരമാക്കിയ അഫ്ര മറിയം എന്ന കൊച്ചു കൂട്ടുകാരിക്കാണ് ഈ വേദിയും ആദ്യമായി ആദരം നൽകുന്നത്. ആദരം ഏറ്റുവാങ്ങാൻ അഫ്ര മറിയത്തെയും ഒപ്പം സഹോദരിയെയും കൂടെ ക്ഷണിക്കുന്നു. നൽകുവാനായി ബഹുമാന്യനായ DOയെ ക്ഷണിക്കുന്നു. അഫ്ര രണ്ടാണ് അതും മാറ്റിയാൽ മതി. താങ്ക് യു മാം. അടുത്തത് DOയുടെ ഒരു സ്പെഷ്യൽ പ്രസന്റ് നമ്മുടെ കൂട്ടുകാരികൾക്ക് നൽകുന്നു. ആ നന്മ മനസ്സിനെ നമുക്ക് എടുത്തു പറയാം. രണ്ടുപേരും ഒരുമിച്ച് വാങ്ങിയാണ് ഈ ഇരട്ട സഹോദരികൾ ഇന്ന് നമ്മുടെ സംസ്ഥാനത്തിന്റെ അഭിമാന താരങ്ങളായിരിക്കുകയാണ്. അടുത്തത് അദ്വൈതാണ്. അദ്ദേഹത്തിനൊന്ന് പരിചയപ്പെടുത്തട്ടെ. കടലുണ്ടി നമുക്കറിയാം, കേരളത്തിലെ തന്നെ ഏറ്റവും അപകടം പിടിച്ച ധാരാളം ആളുകളെ ജീവൻ അപഹരിച്ച, പ്രത്യേകിച്ച് പനമ്പുഴ ഭാഗത്ത് ഒരു വൃദ്ധനായ മനുഷ്യൻ മരണത്തെ മല്ലടിക്കുമ്പോൾ സധൈര്യം വെള്ളത്തിലേക്ക് എടുത്തു ചാടി ജീവൻ രക്ഷിച്ച അദ്വൈതിനെ 9-7 ക്ലാസ്സിൽ പഠിക്കുന്ന വാളക്കുളം ഹൈസ്കൂളിന്റെ ഹീറോ എന്ന് തന്നെ കൊടുക്കാൻ അദ്വൈതിനെയാണ് ഈ വേദിയിൽ ആദരിക്കുന്നത്. അദ്ദേഹത്തിനും നമ്മുടെ DOയുടെ സ്പെഷ്യൽ സമ്മാനം ഉണ്ട്. അത് അദ്ദേഹം വാങ്ങുന്നു. അടുത്തതായി ബഹുമാന്യനായ DOയുടെ പ്രഭാഷണമാണ്. അതിനുവേണ്ടി അദ്ദേഹത്തെ വളരെ സന്തോഷപൂർവ്വം ക്ഷണിച്ചു. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ട് നമ്മളെ വാർഡ് മെമ്പറിനെ അഭിനന്ദനങ്ങൾ ആദ്യം അറിയിക്കുകയാണ്. നമ്മുടെ സ്കൂളിലേക്ക് നമ്മുടെ കുട്ടികളെ പങ്കെടുക്കുന്ന ഒരു ചടങ്ങിലേക്ക് എത്തിച്ചേർന്ന ആദ്യത്തെ ഒരു പരിപാടിയാണോ എന്ന് എനിക്കറിയില്ല. എന്നാലും വാർഡ് മെമ്പറിനെ ആദ്യമായിട്ട് ഞാൻ അഭിനന്ദിക്കാൻ ഈ അവസരം പ്രയോജനപ്പെടുത്താം. ഏറ്റവും ബഹുമാനപ്പെട്ട നമ്മുടെ സ്കൂളിൻ്റെ മാനേജർ, HM, വാർഡ് മെമ്പർ കരിങ്കപ്പാറ HM വിജയകുമാർ സർ, സീനിയർ അസിസ്റ്റന്റ്മാർ, റിട്ടയർ ചെയ്യുന്ന അധ്യാപകർ, പ്രിയപ്പെട്ട അഫ്രയും നൂറയും അദ്വൈതും, പ്രിയപ്പെട്ട എൻ്റെ കുട്ടികളെ, അധ്യാപകർ. ഒരു പക്ഷേ അഫ്ര പോലും
കരുതിയിട്ടുണ്ടാവില്ല ഇങ്ങനെ ഒരു ദിവസം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുമെന്ന്. നിങ്ങളെപ്പോലെ അദ്വൈതം കരുതിയിട്ടുണ്ടാവില്ല. ഈ ഇരിക്കുന്ന കുട്ടികളെ പോലെ ആരാലും അറിയപ്പെടാതെ ഒരു മൂലയ്ക്ക് ഇരുന്നിരുന്ന നമ്മുടെ 2 വിദ്യാർത്ഥികളാണ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എല്ലാവരും അറിഞ്ഞ് പത്രത്തിലൊക്കെ വാർത്ത വന്ന് എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു, പ്രഗത്ഭരായി തീർന്നു. അതേപോലെ തന്നെയാണ് നിങ്ങൾക്ക് പിന്നിലിരിക്കുന്ന ഓരോരുത്തരുടെ മനസ്സിലും ഇവരെ പോലെ എനിക്കും ആയിരുന്നെങ്കിൽ എന്ന് ഈ ഒരു നിമിഷം അവർ ചിന്തിച്ചിട്ടുണ്ടാവും. ഇല്ലേ കൂട്ടുകാരെ? ഉണ്ടാവും. കാരണം ആ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്ന് ഞാൻ ചിന്തിച്ചു ഇവിടെ ഇരുന്നിട്ട്, അല്ലേ? എനിക്കിപ്പോൾ ഇത്രയും പ്രശസ്തി വന്നത് എന്തുകൊണ്ടാണ്? ഞാൻ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ആയതുകൊണ്ടാണ്. അല്ലാതെ എന്നെ ആരും അറിയില്ല. എൻ്റെ നാട്ടിലൊന്നും എന്നെ ആരും അറിയില്ല. പക്ഷെ ഇവിടെയാണ് എന്നെ അറിയുന്നത്. അതെന്തുകൊണ്ടാണ്? എൻ്റെ ആ ഉദ്യോഗ പദവി കാരണമാണ്. പക്ഷേ ഇവരറിയപ്പെടുന്നത് അതുകൊണ്ടല്ല. ഇവർ പോലും അറിയാതെ അഫ്ര ചെയ്ത അല്ലെങ്കിൽ അഫ്ര എഴുതിയ ഒരു വരിയുടെ അല്ലെങ്കിൽ ആ 4 വരിയുടെ ഒരു ഗാംഭീര്യത്തിലാണ്. അതുകൊണ്ടാണ് പണ്ടത്തെ നമ്മളുടെ യുദ്ധങ്ങൾ ഉണ്ടാകുമ്പോൾ കവികളാണ് യുദ്ധത്തെ നിയന്ത്രിച്ചിരുന്നെന്ന് നമ്മളെ ഹിസ്റ്ററി പഠിപ്പിക്കുന്ന അധ്യാപകർ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടാവും. അവർ വിരൽ തുമ്പിലെ വിരിയുന്ന അക്ഷരങ്ങളുടെ മൂർച്ചയേറിയ വാളിനേക്കാളും ശക്തിയുണ്ടെന്നാണ് പറയുന്നത് അവരുടെ അക്ഷരങ്ങൾക്ക്. അതായത് കവിയുടെയും കവിയത്രിയുടെയും സാഹിത്യകാരൻ്റെയും വാക്കുകൾക്കും ചിന്തകൾക്കും ഒരു സമൂഹത്തെ മാറ്റിമറിക്കാനുള്ള ശക്തിയും തേജസ്സും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കും അത് ചെയ്യാം. ഒരുപാട് ബുദ്ധിമുട്ടുകളൊന്നുമില്ല അതിന്. നമ്മളൊന്ന് സ്വസ്ഥമായിട്ടിരുന്ന് ആലോചിച്ച് പേനയെടുത്ത് 2 വരി എഴുതിയിട്ടാൽ അത് കവിതയും. ആരെ പറ്റി കവിത എഴുതണം? ആരെയും പറ്റി എഴുതാം. എന്നെ പറ്റി എഴുതാം, നിങ്ങളുടെ അച്ഛമ്മനെ പറ്റി എഴുതാം, മാനേജറെ പറ്റി എഴുതാം, അല്ലേ? നമ്മുടെ വാർഡ് മെമ്പറെ പറ്റി എഴുതാം. ആരെ പറ്റിയിട്ട് വേണം? ഒരു പൂവ് കണ്ടാൽ നമുക്ക് എഴുതാൻ പറ്റണം. അതായത് നമ്മുടെ മനസ്സ് അത്രയും നമ്മൾ മാറ്റിയെടുക്കപ്പെടണം. എപ്പോഴാണ് ഒരു കവിത എഴുതാനും കഥ എഴുതാനും നമുക്ക് തോന്നുന്നത്? നമ്മുടെ മനസ്സ് അനുതാപവും സഹതാപവും സഹാനുഭൂതിയും നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോഴാണ് നമുക്കിതൊക്കെ എഴുതാനായിട്ട് തോന്നുന്നത്. അതെപ്പോഴാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്? എപ്പോൾ വേണമെങ്കിലും വരാം. ഏത് പ്രായത്തിലാണെന്നില്ല. ഏത് പ്രായക്കാരനും ഏത് വയസ്സായാലും നമുക്ക് എഴുതാം. എഴുതാനുള്ള സമയമാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ എഴുതുക, കൂടുതൽ വായിക്കുക. നമ്മുടെ ഇന്നത്തെ തലമുറ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം വായനയാണ്. വായിക്കുന്നില്ല. വായിക്കാതെ തൽക്കാലം പരീക്ഷയെ മാത്രം ബേസ് ചെയ്തുകൊണ്ട് പഠിച്ച് മുന്നേറുന്നതുകൊണ്ടാണ് പല യുവ കവികളും പുറകോട്ട് പോകുന്നത്. അപ്പോൾ നമ്മളെ അദ്വൈതനെ പറ്റിയാണെങ്കിലോ, എനിക്ക് നീന്താൻ അറിയില്ല. അദ്വൈതന് അതുകൊണ്ട് ഞാൻ എൻ്റെ മനസ്സിൻ്റെ ഏറ്റവും മുകളിൽ വെച്ചിരിക്കുകയാണ്. നീന്താനായിട്ട് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. ഞാൻ വൈപ്പിനിൽ ഞാറക്കൽ അടുത്ത് കൊച്ചി വൈപ്പിനിലെ അടുത്ത ഞാറക്കൽ സ്കൂളിലെ HM ആയിരുന്നു ഒരു വർഷം. അപ്പോൾ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് വൈപ്പിനിലേക്ക് ബോട്ടിലാണ് വരിക. ഒരു ദിവസം ബോട്ടിൻ്റെ അതിൻ്റെ യന്ത്രത്തിന് ഒരു തകരാറ് വന്നു. ബോട്ട് ആ കായലിൻ്റെ നടുവിൽ നിന്നു. ഞാൻ അപ്പോൾ വിചാരിച്ചു, എൻ്റെ ജീവിതം ഈ കായലിൽ തീർന്നു, എനിക്കിനി ആരും കാണാൻ കഴിയില്ല, എൻ്റെ ദൈവമേ, എൻ്റെ ഭർത്താവും കുട്ടികളൊക്കെ എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ച് വിഷമിച്ചിരിക്കുമ്പോഴാണ് ഒരു അനൗൺസ്മെൻറ്റ്, നിങ്ങളാരും പേടിക്കണ്ട, ഞങ്ങളിതാ വേറൊരു ബോട്ടിൽ വരുന്നുണ്ട് പറഞ്ഞിട്ട് തടിച്ചങ്ങാടാണ് വരുന്നത്. എങ്ങനെയാണ് അന്ന് പുറത്ത് കരയിലെത്തിയെന്ന് എനിക്ക് തന്നെ അറിയില്ല. ബസ് ഉണ്ടെങ്കിൽ ബസ് ടൗണിൽ വന്നിട്ട് എറണാകുളം ടൗണിൽ വന്നിട്ടാണ് അവിടേക്ക് ബസ് കിട്ടുള്ളൂ. അപ്പം ബോട്ടാണെങ്കിൽ പെട്ടെന്ന് വൈപ്പിനിലേക്ക് എത്താൻ പറ്റും. അത് എളുപ്പ മാർഗത്തിൽ ചെയ്തൊരു പണിയാണ്. അപ്പോൾ എപ്പോഴും ഞാൻ ആലോചിക്കാറുണ്ട്, നീന്താനായിട്ട് കഴിയുക എന്ന് പറഞ്ഞത് വലിയൊരു ഭാഗ്യമാണ്. നീന്താന്ന് പറഞ്ഞ വ്യായാമമാണ്, അല്ലേ? നമ്മുടെ ഫിസിക്കലായിട്ടുള്ള വ്യായാമങ്ങളുടെ ഒരു ഭാഗമായിട്ടാണ് നീന്തൽ. നമ്മളെ 10ാം ക്ലാസ്സിൻ്റെ കുട്ടികളെല്ലാവരും നിങ്ങൾ റിസൾട്ട് വന്നപ്പോൾ നീന്താൻ അറിയുന്ന കുട്ടികൾക്ക് +1 2 മാർക്കുണ്ട്. ആരാ കൊടുക്കുക? നമ്മുടെ വാർഡ് മെമ്പറാണ് സാക്ഷ്യപ്പെടുത്തേണ്ടത്. ഈ കുട്ടിക്ക് നീന്താൻ അറിയാമെന്ന് സാക്ഷ്യപ്പെടുത്തേണ്ട ആളാണ് വാർഡ് മെമ്പർ. അപ്പോൾ
എന്ന് വെച്ചിട്ട് ഇന്ന് തന്നെ പോയി നീന്താൻ പഠിക്കണ്ട. അതിനൊക്കെ ഒരു സാവകാശം കിട്ടുന്ന രീതിയിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സമയം കിട്ടുകയാണെങ്കിൽ നീന്താൻ അറിയാത്തവർ നീന്തുക. അതോടൊപ്പം തന്നെ നീന്തൽ അറിഞ്ഞാൽ മാത്രം പോരാ, ഒരാൾ അപകടത്തിൽ പെട്ടാൽ അയാളെ സഹായിക്കാനുള്ള സന്മനസ്സും കാണിക്കണം. അതിനാണ് അദ്വൈതൻ്റെ മിടുക്ക് നമ്മൾ കാണുന്നത്. ധൈര്യം വേണം. ആ നേരത്ത് എടുത്ത് ചാടി അദ്ദേഹത്തെ രക്ഷപ്പെടുത്താനായിട്ട് ധൈര്യം വേണം. അദ്വൈതൻ അത് എത്ര പ്രശംസിച്ചാലും മതിയാവില്ല. ഇനി നീന്തൽ മാത്രമല്ല, നമുക്ക് ഒരു കുട്ടി അപകടത്തിൽ പെട്ടാൽ ആദ്യം തന്നെ നമ്മൾ അന്തം വിട്ട് നിൽക്കാതെ അതെന്താണ് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ആലോചിച്ച് ചെയ്യണം. ഇപ്പോൾ കൂടുതൽ വിമർശനം കേൾക്കുന്നത് നമ്മുടെ ഇപ്പോഴത്തെ തലമുറ ആ കാര്യത്തിനൊക്കെ പുറകിലോട്ടാണ്. അപ്പോൾ അതിനൊക്കെ ഘടകവിരുദ്ധമായിട്ടാണ് നമ്മൾ അദ്വൈതൻ്റെ പ്രവർത്തനം ഉണ്ടായത്. അപ്പോൾ അതിനെ അദ്വൈതനെ അഭിനന്ദിക്കാൻ ഈ അവസരം പ്രയോജനപ്പെടുത്താണ്. ഇതിനൊക്കെ എനിക്ക് തോന്നുന്നത് ഞാൻ പിന്നെ നിങ്ങളുടെ മാനേജറെ പോലൊരാളെ ഞാൻ ആദ്യമായിട്ട് കാണാറ്. ഇത്ര നന്നായിട്ട് സംസാരിക്കാനും നിങ്ങൾക്ക് ഇത്ര നല്ല ആശയങ്ങൾ തരുന്നതിന് അദ്ദേഹത്തെ ഞാൻ ഹാർദമായിട്ട് അഭിനന്ദിക്കുകയാണ്. ഒരു പക്ഷേ ഭൂമിയെ സ്നേഹിക്കുന്ന, പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരു മാനേജറെ കാണാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. ഒരു പക്ഷേ അതിൻ്റെ ഒരു ചെറിയ ഒരു എന്താ പറയുക, മുല്ലപ്പൂമ്പൊടിയേറ്റവും കല്ലിനും ഉണ്ടാകും സൗരഭ്യം എന്ന് പറഞ്ഞ പോലെ അതായിരിക്കാം നിങ്ങൾക്ക് ഇവിടെ കൃഷിയും ഒരു പക്ഷേ നെല്ല് നടലും ഒക്കെ കഴിഞ്ഞ കൊല്ലമൊക്കെ ഉണ്ടായിരുന്നല്ലോ. അതൊക്കെ ചെയ്തിരുന്നത് ഈ മാനേജ്മെൻറ്റിൻ്റെ ഇടപെടൽ കൊണ്ട് തന്നെയാണെന്നാണ് എനിക്കിപ്പോൾ ഒന്ന് മനസ്സിലായത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ഈ സന്ദർഭത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ എല്ലാ വിദ്യാർത്ഥികളും ഭാഗ്യവാന്മാരാണ്, നല്ല അധ്യാപകരാണ് നിങ്ങളുടെ സ്കൂളിലുള്ളത്. ദയവായി നിങ്ങളെല്ലാവരും എഴുന്നേറ്റ് അവരെ, നമ്മുടെ അധ്യാപകരെ ഒന്ന് അഭിനന്ദിക്കേണ്ടതുണ്ട്. ഓൾ സ്റ്റാൻഡേർഡ് എല്ലാവരും നമ്മുടെ അധ്യാപകരെ അഭിനന്ദിക്കാണ്. ശരി. കാരണം നേരത്തെ അച്ഛൻ പറഞ്ഞ പോലെ ഇവരുടെ എല്ലാ വിഷയാടിസ്ഥാനത്തിലുള്ള ഗ്രൂപ്പുകളിലും ഞാൻ കാണാറുണ്ട്. നല്ല നല്ല പ്രവർത്തനങ്ങളാണ് നിങ്ങളുടെ സ്കൂളിലെ അധ്യാപകർ ഓരോരുത്തരും കാഴ്ചവെക്കുന്നത്. നിങ്ങളെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ, നിങ്ങൾ എഴുതിയ പ്രവർത്തനങ്ങൾ, നിങ്ങൾ ചെയ്ത വർക്ക്ഷീറ്റുകൾ, അധ്യാപകർ നിങ്ങൾക്ക് നൽകിയ വർക്ക്ഷീറ്റുകളിൽ നിങ്ങൾക്കുള്ള പ്രതികരണം എല്ലാം അവരത് അപ്പോൾ തന്നെ നമ്മളായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. ഈ സ്കൂളിൽ മാത്രമല്ല, എല്ലാ സ്കൂളിലും ഞാൻ എപ്പോഴും അഭിമാനത്തോടെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ മീറ്റിങ്ങിലെല്ലാം തല ഉയരം കുറവാണെങ്കിലും തല ഉള്ള ഉയരത്തിൽ തല ഇങ്ങനെ ഉയർത്തി പിടിച്ച് നിന്ന് ഞാൻ പറയും, തിരുവരങ്ങാടി വിദ്യാഭ്യാസ ജില്ലയിൽ എല്ലാ അധ്യാപകരും ഒന്നിനൊന്ന് മെച്ചമാണ്. ഞങ്ങളുടെ കുട്ടികൾ, തിരുവരങ്ങാടി വിദ്യാഭ്യാസ ജില്ലയിലെ കുട്ടികൾ ഭാഗ്യവാന്മാരാണ്. എല്ലാവരും അത് ഒരാളെ നമുക്കെടുത്ത പ്രശ്നം അല്ലെങ്കിൽ ആ അധ്യാപകൻ ഇത്തിരി മോശമാണെന്ന് പറയാൻ കഴിയില്ല. പ്രത്യേകിച്ചും നമ്മുടെ ഓൺലൈൻ വിദ്യാഭ്യാസം വന്നതോടുകൂടി അവർക്ക് ഇരട്ടി വർക്കാണ് കൂടിയത്. സാധാരണ രീതിയിൽ ക്ലാസ്സിൽ പോയി പഠിപ്പിച്ച് പുറത്തിറങ്ങി വരുന്നതിന് പകരം ഫുൾ ടൈം 2-3 മൊബൈലൊക്കെ വാങ്ങിയ അധ്യാപകരുണ്ട്. മുഴുവൻ സമയവും നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ വീടുകളിൽ പോയിട്ട് നോട്ട് ബുക്ക് ചെക്ക് ചെയ്തെന്നുണ്ട് ഈ സമയത്ത്, അല്ലേ? ഇതൊക്കെ ഞങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ എന്ത് തന്നെ ആയാലും ഒരു പക്ഷേ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം തന്നെ മാറ്റിമറിച്ചത് ഈ കോവിഡാണ്. നമുക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് മാസ്ക് ഇല്ലാതെ സംസാരിക്കാൻ കഴിയുന്നില്ല. മാസ്ക് മാറ്റില്ല. ഞാനിപ്പോൾ പറഞ്ഞല്ലോ, ഫോട്ടോയിലൊന്നും എനിക്ക് എൻ്റെ മുഖം നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല, എൻ്റെ ജീവനാണ് എനിക്ക് വലുത്. അതുകൊണ്ടാണ് മാസ്ക് ഞാൻ ഊരാത്തത്. മാസ്ക് ഇല്ലാതെ ഞാൻ സംസാരിക്കില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത, കോവിഡ് നമ്മൾ ആരെയും ക്ഷണിക്കാതെ വരുന്ന ഒരു അതിഥിയാണ്. നമ്മളെ കാറ് പിടിച്ചൊന്നും കൊണ്ടുവരണ്ട, നമ്മളെ കൂടെ ഇങ്ങനെ സദാ അങ്ങനെ നടക്കണം. അപ്പോൾ നമ്മളെപ്പോഴും ജാഗ്രതയോട് കൂടിയിരിക്കണം. കോവിഡ് മാത്രമല്ല, ഷിഗല്ലയും നമ്മുടെ ഒപ്പം വന്നിട്ടുണ്ട്. ഭക്ഷണം നിങ്ങൾ പുറത്തുനിന്ന് കഴിക്കുമ്പോഴൊക്കെ വളരെയധികം കരുതലോട് കൂടി കഴിക്കണം. വെള്ളം കുടിക്കുമ്പോൾ ശുദ്ധജലം തന്നെയാണെന്ന് ഉറപ്പുവരുത്തണം. കൈയും മുഖവും വൃത്തിയായി സൂക്ഷിക്കണം. വീട്ടിലേക്ക് കയറുമ്പോൾ നിർബന്ധമായും കൈ നന്നായി കഴുകാനും മാത്രം, കാലും കൈയും കഴുകാനും മാത്രമേ വീടിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പാടുള്ളൂ. കഴിയുന്നതും കുളിച്ച് കയറാനായിട്ട് ശ്രമിക്കുക. ഡ്രസ്സൊക്കെ കഴുകി വെച്ചിട്ട് ഉള്ളിലേക്ക് കയറാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഏറ്റവും മിനിമം കയ്യെങ്കിലും കഴുകിയാൽ മാത്രമേ ഉള്ളിലേക്ക് കയറാനായിട്ട് പാടുള്ളൂ. ഇതൊക്കെ നിങ്ങളുടെ അധ്യാപകർ പറഞ്ഞു തന്നിട്ടുണ്ടാവും. അതോടൊപ്പം തന്നെ SSLC പരീക്ഷയും
നിങ്ങൾക്ക് പേടിക്കേണ്ട ഒരു കാര്യമില്ല എന്നാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഫോക്കസ് ഏരിയ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം ഇപ്പോൾ നിങ്ങൾ അധ്യാപകരെ ക്ലാസ്സിൽ ചർച്ച ചെയ്യണ്ടാവും. അത് നന്നായി വർക്ക് ചെയ്യുക. അത് പഠിച്ചാൽ തന്നെ ഫുൾ A+ കിട്ടും, ജയിക്കുകയും ചെയ്യും. ഇത്തവണ തോൽക്കാൻ വേണ്ടി ആരും ശ്രമിക്കരുത്. എല്ലാവരും ജയിക്കണം. തോൽക്കാൻ എളുപ്പം കഴിയും അല്ലേ, ജയിക്കാനാണ് ബുദ്ധിമുട്ടെന്ന് വിചാരിക്കരുത്. ഇപ്പോൾ രണ്ടും എളുപ്പമാണ്. നിങ്ങൾ വിചാരിച്ചാൽ മതി രണ്ടും ഒരുമിച്ച് നടക്കാൻ. ഞാൻ തോൽക്കുള്ളൂ എന്ന് വിചാരിച്ചാൽ തോറ്റിരിക്കും, ഞാൻ ജയിക്കുള്ളൂ എന്ന് വിചാരിച്ചാലോ ജയിച്ചിരിക്കും. ജയിക്കാനാണ് കൂടുതൽ നല്ലത്. തോറ്റു പോയോണ്ട് ജീവിതം അവസാനിപ്പിക്കുന്നില്ല, പക്ഷെ തോൽക്കണ്ട. നമുക്ക് എന്ത് വേണം? ജയിക്കണം. ഇനി തോറ്റു പോയോണ്ട് വിഷമിക്കേണ്ട. നിങ്ങളെ പ്രഗത്ഭരായ അധ്യാപകർ നിങ്ങളുടെ ഒപ്പം ഉള്ളപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട ഒരു കാര്യമില്ല. ഇത്തവണ 100% റിസൾട്ടാണ് നമ്മുടെ HM എനിക്ക് വാഗ്ദാനം നൽകിയിട്ടുള്ളത്, മാനേജറും വാഗ്ദാനം നൽകിയിട്ടുള്ളത്. അപ്പോൾ അത് തന്നെ കിട്ടട്ടെ. അതോടൊപ്പം തന്നെ നമുക്ക് ഇത്തവണ A+ന്റെ എണ്ണം കൂടാൻ പറ്റുമോ നോക്കണം. കഴിയുന്നതും ഈ ഫോക്കസ് ഏരിയ പഠിച്ചാൽ തന്നെ ഫുൾ A+ കിട്ടും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത് തന്നെ പഠിച്ചാലും മതി. അതോടൊപ്പം തന്നെ നമ്മൾ ഇതേപോലെ അഫ്രമാരെ സമ്മാനിച്ച സാധാരണ UP സ്കൂളിലെ അധ്യാപകർ നമ്മളെ ഹൈസ്കൂൾ അധ്യാപകരും കൂടുതൽ പണിയെടുക്കേണ്ടതെന്നാണ് പൊതുവെയുള്ള ഒരു കാഴ്ചപ്പാട്. ഒരു പക്ഷേ അത് ശരി തന്നെയാണ്. അവരെല്ലാ വിഷയവും പഠിപ്പിക്കുകയാണ് അല്ലേ. UPയിലെ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ ക്ലാസ്സിലെ അധ്യാപകൻ എല്ലാ വിഷയവും നിങ്ങളെ പഠിപ്പിക്കുകയാണ്. പക്ഷേ ഹൈസ്കൂളിലെത്തുമ്പോൾ അതങ്ങനെ മാറി മാറി ഫിസിക്സും കെമിസ്ട്രിയൊക്കെ പഠിപ്പിക്കാൻ വേറെ ആൾക്കാരായി, കണക്ക് പഠിപ്പിക്കാൻ വേറെ ആളായി, സോഷ്യൽ പഠിപ്പിക്കാൻ വേറെ ആളായി. പക്ഷേ UPയിൽ അങ്ങനെയല്ല. നിങ്ങളുടെ അധ്യാപകരായിട്ട് നിങ്ങൾ നല്ല ഒരു മാനസിക അടുപ്പം കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ അക്ഷരവൃക്ഷത്തിലേക്ക് കവിതകൾ, സൃഷ്ടികൾ ക്ഷണിച്ചപ്പോൾ എല്ലാ കുട്ടികളും വാശിയോട് കൂടിയിട്ട് സൃഷ്ടികൾ അയച്ചു കൊടുത്തത്. പക്ഷേ അത്തരം സൃഷ്ടികൾ ഒരു പക്ഷേ ഹൈസ്കൂളിലൊരു മത്സരം വെച്ചാൽ കിട്ടിക്കൊള്ളണമെന്നില്ല. അത് UPയുടേതായി അല്ലെങ്കിൽ ആ സ്കൂളിൻ്റെ അന്തരീക്ഷവുമായി ബന്ധപ്പെട്ടിട്ടാണ് അത് കിടക്കുന്നത്. അപ്പോൾ എന്തായാലും നൂറയും എഴുതിയ കവിത തന്നെയാണ് അല്ലേ. അപ്പോൾ നൂറയുടെ കവിതയും അയച്ചു തരണം, ഞങ്ങളൊന്ന് വായിക്കട്ടെ. മറ്റേത് ധനമന്ത്രി മാത്രമല്ലേ വായിച്ചുള്ളൂ. നൂറയുടെ കവിത നമുക്ക് എല്ലാവർക്കും വായിക്കണം. നമ്മുടെ അധ്യാപകരുടെ ഗ്രൂപ്പിലും നൂറയുടെ കവിത ഇടണം. അപ്പോൾ ഈ തിരക്ക് പിടിച്ച ഉച്ച സമയത്ത് നമ്മളെ DDA ഞാൻ നിങ്ങളുടെ ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചിരുന്നു. ഷെഡിയടിക്ക് വരാൻ കഴിഞ്ഞില്ല. അതേപോലെ തന്നെ നമ്മുടെ BRC വേങ്ങര BRCയിലെ BPCയെ ഞാൻ വിളിച്ചിരുന്നു. നിങ്ങൾ പറയാതെ തന്നെ ഏയോട് ഞാൻ സൂചിപ്പിച്ചു. പക്ഷെ ഇന്നൊക്കെ ഇവരെ പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ ഒരു മീറ്റിംഗ് അവിടെ നടക്കാണ് വേങ്ങര BRCയിൽ. അപ്പോൾ അതുകൊണ്ടാണ് അവർക്കൊന്നും വരാൻ കഴിഞ്ഞത്. എന്തായാലും കിട്ടിയ സന്ദർഭം ഞങ്ങൾ എല്ലാ വിദ്യാഭ്യാസ ഓഫീസർമാരും വരാനായിട്ടൊരു ശ്രമം നടത്തിയിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ എന്തായാലും എനിക്ക് മാത്രമാണ് പങ്കെടുക്കാൻ കഴിഞ്ഞത്. വളരെയധികം സന്തോഷമുണ്ട്. നമ്മൾ ഈ കൊല്ലത്തെ ആദ്യത്തെ ചടങ്ങാണിത്. കുട്ടികളായിട്ടുള്ള ഫസ്റ്റ് ചടങ്ങാണിത്. അത് തന്നെ നമ്മൾ കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് തന്നെയാണ് പ്രവർത്തനങ്ങളൊക്കെ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ആസൂത്രണം നടത്തിയതിന് എല്ലാ അഭിനന്ദനങ്ങളും അർപ്പിക്കുന്നു. ഇനിയും നല്ല നല്ല കവികളും കവിയത്രികളും നമുക്കുണ്ടാവണം. നമ്മുടെ പ്രിയപ്പെട്ട സുഗതകുമാരി ടീച്ചർ നമ്മളെ ഇന്ന് വിടവാങ്ങിക്കഴിഞ്ഞു. അനിൽ പനച്ചൂരാൻ വിടവാങ്ങിക്കഴിഞ്ഞു. അപ്പോൾ പഴയ ആൾക്കാരൊക്കെ നമ്മുടെ നിന്ന് വിട്ടുപോവാണ്. പുതിയ കവികളെയും കവിയത്രികളൊക്കെ നമുക്ക് ഇനിയും നമ്മുടെ സമൂഹത്തിന് ആവശ്യമുണ്ട്. നിങ്ങൾ ഓരോരുത്തരും അതിനായി ഉയർത്തെഴുന്നേൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മളെ അദ്വൈതിനെയും നൂറയെയും അഫ്രയെയും നിങ്ങൾ ഈ ബാക്കിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും അല്ലേ, നമ്മളെ ബാക്ക് ബെഞ്ചറാണ്. പിന്നീട് നമ്മളെ കാണുമ്പോഴേക്ക് ഓടി വരുന്ന ആൾക്കാരാണ് നമ്മുടെ ബാക്ക് ബെഞ്ചേഴ്സ്. സിനിമ വരെ വന്നു കഴിഞ്ഞവരെ പറ്റി. അപ്പം എന്തായാലും അവരെല്ലാവരെയും ഒരിക്കൽ കൂടി ഈ അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. Pen is mightier than sword. പേനയുടെ മൂർച്ചയും ഒപ്പം വിദ്യാർത്ഥികൾ പാലിക്കേണ്ട ആരോഗ്യശീലങ്ങളും ഒപ്പം SSLC വിദ്യാർത്ഥികൾ എന്ന നിലയിൽ 10ാം ക്ലാസ് പരീക്ഷയ്ക്ക് നൽകേണ്ട പ്രാധാന്യവും വളരെ പ്രചോദനകരമായ വാക്കുകളിലൂടെ നമുക്ക് നൽകിയ ബഹുമാന്യയായ DOക്ക് KHMSSന്റെ കൃതജ്ഞത അറിയിക്കുന്നു. അടുത്തതായി അഫ്രയെയും നൂറയെയും
ഇത്തരം ഉയരങ്ങളിലേക്ക് കൈപിടിച്ചുയർത്തിയ തങ്ങളുടെ പ്രിയപ്പെട്ട പൂർവ്വ വിദ്യാലയത്തിലെ ഹെഡ് മാസ്റ്റർ ബഹുമാന്യനായ വിജയകുമാരൻ സർ, അദ്ദേഹത്തിൻ്റെ വിദ്യാലയത്തിൽ നേരിട്ട് സന്ദർശിക്കാൻ ഞങ്ങൾക്ക് പലർക്കും അവസരം കിട്ടിയിട്ടുണ്ട്. പാഠ്യേതര രംഗത്ത് ഈ വിദ്യാലയത്തോടൊപ്പം തന്നെ ഇതിനോട് കിടപിടിക്കുന്ന രീതിയിൽ വളരെ മികച്ച വിദ്യാർത്ഥികളാണ് ആ വിദ്യാലയത്തിൽ നിന്ന് പലപ്പോഴും KHMHSലേക്ക് കടന്നു വരാറുള്ളത്. അതിന് നേതൃത്വം നൽകുന്ന ബഹുമാന്യനായ വിജയകുമാരൻ സർ ഈ ചടങ്ങിന് ആശംസകൾ അർപ്പിക്കുന്നു. അതിനായി അദ്ദേഹത്തെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട ഈ പരിപാടിയുടെ ഉദ്ഘാടക ഈ വാർഡ് മെമ്പർ, അതുപോലെ തന്നെ ഈ പരിപാടിയുടെ അധ്യക്ഷൻ, ഈ സ്കൂളിൻ്റെ മാനേജർ, ഈ പരിപാടിയിൽ ഉപഹാരം നൽകുകയും മുഖ്യ പ്രഭാഷണം നടത്തുകയും ചെയ്ത തിരൂരങ്ങാടി DO സർ, ഈ സ്കൂളിലെ ബഹുമാന്യനായ ഹെഡ് മാസ്റ്റർ, അധ്യാപകരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്നത്തെ ഇവിടുത്തെ വിശിഷ്ട അതിഥികളായ നൂറ മറിയം, രണ്ടാളും കുഴപ്പമില്ല, അഫ്ര മറിയം, എനിക്കിവർ രണ്ടാളും ഒരുപോലെ പേര് വരുള്ളൂ. അതുകൊണ്ട് ആദ്യം ഞാൻ തുടങ്ങിയ നൂറ മറിയത്തിനാണ്, അതുകൊണ്ട് വന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ ജീവൻ രക്ഷാപ്രവർത്തനമൊക്കെ നടത്തി എന്ന് പറയുമ്പോൾ തന്നെ ആരും വഴിക്കൊന്നും പോവാത്താണ് നമ്മുടെ മിടുക്കനായ കുട്ടിയെ അദ്വൈത്, ഞാൻ ക്ലാസ് എടുക്കാൻ വിട്ടുപോയതുകൊണ്ടാണ് അദ്വൈതിൻ്റെ വാർത്ത വന്നിരുന്നു, ഞാൻ വായിച്ചിട്ടുണ്ട്. ഈ പരിപാടി പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇവർ രണ്ടുപേരും, ഞാൻ വാർത്ത ബജറ്റ് പ്രസംഗം കണ്ടുകൊണ്ടിരുന്നു. അപ്പോൾ തലേ ദിവസം എന്തിനാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഇവരുടെ നമ്പർ ചോദിച്ച് വിളിച്ചതെന്ന് എനിക്കറിയില്ല. വാർത്ത ഈ സംപ്രേഷണം കാണുന്നത് വരെയും ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നൊരു 17ഓളം കോള് എൻ്റെ അടുത്ത് വന്നിട്ട് അവർക്കൊക്കെ ഷഫ്ര മറിയത്തിൻ്റെ കോണ്ടാക്ട് നമ്പർ വേണം. എന്തിനാണെന്ന് ഡിപ്പാർട്ട്മെൻറ്റിന് നമ്മൾ പെട്ടെന്ന് ആൻസൈറ്റ് ചോദിക്കില്ല, അതിപ്പോൾ പറയില്ല സാർ, നമ്പർ വേണം. ഭാഗ്യവശാൽ ഞാൻ സ്കൂളിലുണ്ടായി പറയാൻ കാരണം ഇപ്പോൾ ഈ കൊറോണ കാലത്ത് എൻ്റെ സ്കൂളിലൊക്കെ കുറച്ച് അധ്യാപകരെ ഇപ്പോൾ നമുക്ക് ലഭ്യമാക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ എപ്പോഴും ഞാൻ സ്കൂളിൽ ലഭ്യമല്ല. സ്കൂളിലുണ്ടാവും, ഓഫീസിൽ പോകേണ്ടി വരും, പഞ്ചായത്തിൽ പോകേണ്ടി വരും. ഭാഗ്യവശാൽ ആ സമയത്ത് ഞാൻ സ്കൂളിലുണ്ട്, ഏതാണ്ട് ഇതുപോലൊരു സമയം. ഞാൻ അഫ്ര മറിയെന്ന് കേട്ടോ പിന്നെ രജിസ്റ്റർ ഒന്നും പരിശോധിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് അവർ വീട് ഒരു അങ്ങാടി തന്നെയാണ്. ഞാൻ അവിടെ പോയിട്ട് പലപ്പോഴും ചായക്ക് കുടിക്കുന്ന ആളാണ്. വേഗം ചെന്ന് ചായക്ക് കുടിച്ചുകൊണ്ട് വരെ നമ്പർ വാങ്ങി എല്ലായിടത്തേക്കും കൊടുത്തു. അപ്പോൾ ഞാൻ രാത്രി വീണ്ടും വരെ വിളിച്ചു, എന്താണ് ഈ കാര്യം? അപ്പോൾ വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിൽ നിന്ന് വിളിച്ചു, നിങ്ങളുടെ ധനകാര്യ മന്ത്രി വിളിക്കും, ബഹുമാനപ്പെട്ട ധനകാര്യ മന്ത്രി വിളിക്കുമെന്ന് മാത്രം എനിക്ക് കിട്ടി. അപ്പോഴും ഞാൻ ഓർത്ത് അപ്ലോഡ് ചെയ്ത കഥയൊക്കെ നമ്മൾ പറഞ്ഞു, ഒരു വർഷമായില്ലേ, പിന്നെ അതിൽ മറ്റൊരു പത്രമുണ്ട്. അപ്പോൾ സ്കൂളിൽ കിഫ്ബി പ്രോഗ്രാം ഉണ്ട്. അപ്പം എന്നാൽ റാൻഡം ഒരു നമ്പർ എടുത്തിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അന്വേഷിക്കാൻ എങ്ങനെ ഉണ്ടെന്നുള്ള സ്കൂളിൽ വർക്ക് അങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചു. ബജറ്റൊക്കെ കഴിഞ്ഞപ്പോൾ അതെന്തെങ്കിലും ആവാം. അങ്ങനെ ബജറ്റ് പ്രസംഗത്തിൽ സ്കൂളിൻ്റെ പേരും കുട്ടിയുടെ പേരും പറഞ്ഞു. ഞാൻ വേഗം സ്കൂളിലുണ്ട്, ആളുകളൊക്കെ വിളിച്ച് കൂട്ടി. അപ്പോഴേക്ക് പത്രമൊക്കെ വളരെ ബഹളമായി. അപ്പോൾ ഇതിൻ്റെ പശ്ചാത്തലം ഇതാണെങ്കിലും അത് വന്നപ്പോൾ എനിക്ക് സന്തോഷത്തിലുപരി എനിക്കൊരു ഉൾക്കിടലുണ്ടായി. അതെന്താന്ന് വെച്ചാൽ 2-3 ദിവസം കൊണ്ട് കഴിഞ്ഞ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലെ നമ്മുടെ ഈ കൊറോണ സമയത്ത് കുട്ടികളുടെ സർഗശേഷി അവർ ഉണ്ടാക്കിയ സൃഷ്ടികൾ അക്ഷരവൃക്ഷം പദ്ധതിയിലേക്ക് നമ്മുടെ സ്കൂൾ വിക്കിയിൽ അപ്ലോഡ് ചെയ്യണം, മലയാളത്തിൽ ടൈപ്പ് ചെയ്ത് കയറ്റണം. അങ്ങനെ പല അധ്യാപകർ എന്നോട് ആശങ്ക പ്രകടിപ്പിച്ചു, എങ്ങനെ മാസത്തിൽ നടക്കും? ഞാൻ പറഞ്ഞു പറ്റില്ല, അത് കിട്ടും. അങ്ങനെ അവരെ പ്രചോദിപ്പിച്ച് എല്ലാവരിൽ നിന്നും വാങ്ങി അഫ്ര മറിയം, നൂറ മറിയം ഒക്കെ 8ഓളം കൃതികൾ കൊടുത്തിട്ടുണ്ട്. അഫ്ര മറിയം മാത്രം 5 കൊടുത്തിട്ടുണ്ട്. 5 കൊടുത്തു. അപ്പോൾ ആ സമയത്ത് ഞാൻ പറഞ്ഞു വരുന്നത്, ഒന്ന്, ഇത് പൂർണ്ണമായിട്ട് ഞാൻ വായിച്ചിട്ടില്ല, കുറച്ചൊക്കെ വായിച്ചു. ഈ വരികൾ കടന്നുപോയി. അപ്പോഴും നമ്മൾ ധരിച്ചെന്താ, ഇത് സ്റ്റേറ്റ് വൈസാണ്, ഇതിനിങ്ങനെ സമ്മാനമൊന്നും ഓർത്തില്ല, ഇതിങ്ങനെ സംഗതി. അപ്പോൾ ഞാൻ ആ ഉൾക്കിടൽ എന്താ, എനിവേ ഇതൊന്ന്
ഒരു ഹെഡ് മാഷാണ്. പ്രൈമറി സ്കൂളിൽ ഒരു ഹെഡ് മാഷ് പറഞ്ഞാൽ ട്യൂണ് തൊട്ട് ഹെഡ് മാഷ് വരെയുള്ള പണി ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അതിലിടയ്ക്ക് ഇതൊന്നും അങ്ങോട്ട് പോയാലും ഇതാരും അറിയൊന്നുമില്ല. പക്ഷെ നമ്മളത് പോകാതെ കിട്ടിയത് ഈ പേപ്പറുകളുടെ ഇടയിൽ നിന്നൊന്ന് പോയിരുന്നെങ്കിലും, ഞാൻ അതാണ് അത് വാട്സപ്പിലാണ് വന്നത്, ഏതെങ്കിലും ഒരെണ്ണം നമ്മളെ കണ്ണിൽ പെടാതെ പോയിരുന്നെങ്കിലോ എന്നതായിരുന്നു എൻ്റെ ഉൾക്കിടിലം. അങ്ങനെ ഒരു അവസരം നമ്മളായിട്ട് എനിവേ സംഭവിച്ചിരുന്നെങ്കിലോ എന്നതായിരുന്നു എൻ്റെ ഒരു ഉൾക്കിടിലം എന്ന് ഞാൻ പറഞ്ഞു. അത് ഞാൻ എൻ്റെ അധ്യാപകരോടും പങ്കുവച്ചു. നമ്മൾ എവിടെയെങ്കിലും ഒന്ന് മിസ്, അപ്പോൾ ഒരു കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ള ഒരു ചാരിതാർത്ഥ്യം നമ്മൾക്ക് അതിൽ ഒന്നുമില്ല. പക്ഷേ അഫ്രാൻ മറിയത്തെ പറ്റി ഞാൻ പറയുമ്പോൾ എൻ്റെ സ്കൂളിൽ ലൈബ്രറി പൂർണ്ണമായിട്ട് ഉപയോഗിച്ച ഒരാളാണ്. എപ്പോഴും അയാൾ ലൈബ്രറി, അത് ഞാൻ കാണാറുണ്ട്. പിന്നെ ഇവർ രണ്ടാൾ ഇപ്പോഴും എനിക്ക് അഫ്രാൻ മറിയ ആരാ നൂറാ മറിയ ആരാന്ന് എന്നോട് ഒറ്റയ്ക്ക് ചോദിക്കരുത്. ഞാൻ ഒറ്റ പേര് അഫ്രാൻ നൂറാന്നേ വിളിക്കും. ഇത് ആരാണ് ഇന്നും ഞാൻ ചോദിച്ചു, ഇവിടെ വന്നിട്ടും ഞാൻ ചോദിച്ചു ആരാണ് അഫ്രാൻ എന്ന് ചോദിച്ചു. കാരണം ഹെഡ് മാഷാണ്. ഞാനിവർ രണ്ടാളും ഒന്നിച്ചേ കാണും, ഒന്നിച്ചേ സംസാരിക്കും. ബാപ്പ എൻ്റെ വളരെ സുഹൃത്താണ്. അപ്പം ഞാൻ പറഞ്ഞത് അതാണ് ഒരു കാര്യം. രണ്ടാമത് ഇവർ ഈ കവിത എഴുതി പ്രശസ്തി നേടുന്നത് മാത്രമല്ല, ഇപ്പോൾ ജീവകാരുണ്യ പ്രവർത്തനത്തിലും മറ്റു കാര്യങ്ങളൊക്കെ സജീവം. അത് ചെറിയൊരു ഉദാഹരണം കൂടി ഞാനിവിടെ സൂചിപ്പിക്കാൻ നേരം വൈകിട്ടുണ്ട്. അത് നിങ്ങൾ കേൾക്കാൻ വേണ്ടി ഒരു പ്രചോദനത്തിന് വേണ്ടി പറയണം. നമ്മൾ ആദ്യത്തെ പ്രളയം ഉണ്ടായപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് സ്കൂളിൽ നിന്നൊക്കെ നമ്മളോടൊരു സംഭാവന ആവശ്യപ്പെട്ടു. നമ്മുടെ ട്രഷറി കൊണ്ടുപോയി അടച്ചിട്ടുണ്ട്. ആ സന്ദർഭത്തിൽ ഈ 2 മക്കൾ, എൻ്റെ പ്രിയപ്പെട്ട മക്കൾ കൊണ്ടുവന്നതൊരു വലിയ, നമ്മൾ പൈസ സമ്പാദിക്കൊടുക്കുക കണ്ടിട്ടില്ലേ, സമ്പാദിക്കൊടുക്കുക നമ്മൾ കുട്ടിക ഭണ്ഡാരെന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഒരു സാധനം ഇവർ സ്കൂൾ അസംബ്ലിയിൽ കൊണ്ടുവരാം. ഇത് ഞങ്ങളുടെ സംഭാവന. അത് ചെയ്ത ആളുകളാണ് ഇവർക്ക് നാളെ കുറച്ച് കഴിയുമ്പോൾ ഒരു സമ്മാനം കിട്ടാൻ പോകുന്നുണ്ട്. ഒരു പദ്യം എഴുതിയാൽ അത് ബഹുമാനപ്പെട്ട ധനമന്ത്രി വായിക്കുന്നൊന്നും ഇവർക്കറിയില്ല, നമുക്കാർക്കും അറിയില്ല. അപ്പം അവിടം തൊട്ട് സ്കൂളിൽ ഏത് പറയും, ലൈബ്രറിക്ക് പുസ്തകം തരും, ബർത്ത്ഡേ ഉണ്ടാകുമ്പോൾ തരും, അല്ലാത്തപ്പോൾ തരും, മറ്റു കുട്ടികളുടെ അടുത്ത് വാങ്ങിക്കൊണ്ടുവന്ന് വരും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ പോഷിപ്പിക്കാൻ പറ്റിയ സ്കൂളിൽ തന്നെയാണ് അവരെ ചേർത്തിട്ടുള്ളതെന്നും എനിക്കറിയാം. കാരണം അതിനൊക്കെ നമ്മൾ ഈ സ്കൂളിൽ വരുമ്പോൾ തന്നെ അറിയാലോ, ഈ സ്കൂളിൻ്റെ ഫ്രണ്ട് ഭാഗം കാണുമ്പോൾ അറിയാലോ, ഒരു ഗ്രീൻ കേരള, ഒരു ഗ്രീൻ കോമ്പൗണ്ട് അല്ലേ, ക്ലീൻ ആൻഡ് ഗ്രീൻ ക്യാമ്പസാണ്. അത് കണ്ടു ഇവിടെ ഞാൻ മുമ്പ് വന്നിട്ടുണ്ട്. ഇതുപോലത്തെ പരിപാടിയിൽ മാത്രമേ ഞാൻ വന്നത്. ഇവിടെ അച്ചീവ്മെൻറ്റ് മെറിറ്റ് പ്രോഗ്രാം നടക്കുമ്പോഴൊക്കെ എന്നെ വിളിക്കാറുണ്ട്, ഞാൻ വരാറുണ്ട്. എനിക്ക് സന്തോഷമുണ്ട്. ഇനി എനിക്ക് വരാൻ പറ്റുന്ന ഒരു ഉറപ്പും ഇല്ല. ഞാൻ ഈ മാർച്ച് 31 സർവീസിൽ നിന്ന് വിരമിക്കുകയും ചെയ്യും എന്നുകൂടെ നിങ്ങളോട് യാത്ര പറയാനും കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഏതായാലും ദീർഘിപ്പിക്കുന്നില്ല. നമ്മൾ പരീക്ഷ ഉണ്ട്, 10ാം ക്ലാസ് ഉണ്ട്. ഇവിടുത്തെ ലൈവായിട്ട് കുട്ടികളെ വരാൻ കഴിഞ്ഞത് ഈ സ്കൂളിൻ്റെ ഒരു ഭാഗ്യം. എൻ്റെ സ്കൂളൊക്കെ ഇപ്പോഴും ഡ്രൈ ആണ്, ഒരു ഡ്രൈ ലാൻഡാണ്. കുട്ടികളില്ലാത്ത വിദ്യാലയത്തിൽ പോകുന്നതിൻ്റെ ഏറ്റവും വലിയ വിഷമം ഞാൻ അനുഭവിക്കുക. ഞാൻ സ്കൂളിൽ നിന്ന് ബാക്കിലേക്ക് ഇറങ്ങി എൻ്റെ 2 കയ്യിൽ തൂങ്ങുന്നത് 1ാം ക്ലാസ്സിലെയും 2ാം ക്ലാസ്സിലെയും കുട്ടികൾ, 7ാം ക്ലാസ്സിൽ കുട്ടികൾ തൂങ്ങുന്നില്ല. ആ ഒരു അനുഭവം എനിക്ക് വീട്ടിൽ സ്കൂളിൽ ചെല്ലുമ്പോൾ തന്നെ ഇപ്പോൾ വല്ലാത്തൊരു സങ്കടമാണ്. സ്കൂളൊക്കെ 2 തവണ ഞാൻ കോമ്പൗണ്ട് ക്ലീൻ ചെയ്യേണ്ടി വന്നു. ഒരു കുട്ടികളുണ്ടെങ്കിൽ അത് ആവശ്യം വരില്ല. നമ്മൾ വീടൊക്കെ അടച്ചിട്ട് പോയിട്ട് ഒരു 6 മാസം കഴിഞ്ഞ് വീട്ടിൽ വരുന്ന അവസ്ഥയാണ് പല ഭാഗങ്ങൾ. അപ്പോൾ ഇത് ഇങ്ങനൊരു അവസ്ഥയാണ് ഇപ്പോൾ സ്കൂളിൽ നിൽക്കുന്നത്. ഏതായാലും ഹൈസ്കൂളിൽ ഇങ്ങനെങ്കിലും ലൈവ് ആയിപ്പോയി എന്നുള്ളതുകൊണ്ട് ഇങ്ങനെയുണ്ട്. അതുകൊണ്ട് എനിക്ക് ഈ കുട്ടികളൊന്ന് വിളിച്ച് ആദരിക്കണം. അതിലിങ്ങനെ പോലെ നല്ലൊരു മുന്നൊരുക്കം എന്ന് പറഞ്ഞാൽ ആളെ കൂട്ടണം, കുറച്ചാളെ ഒരു ഇപ്പോൾ ഗ്രീൻ നമ്മളെ പ്രോട്ടോകോൾ അനുസരിച്ചുള്ള സംവിധാനം ചെയ്തിട്ട് ഇവരെ അങ്ങോട്ട് വിളിക്കും. ഞാൻ ബഹുമാനപ്പെട്ട DO സാറോട് സൂചിപ്പിച്ചിട്ടുണ്ട്. സാർ അങ്ങോട്ടും വരാൻ ഒരുക്കാണ് എന്നോട് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും സാറിൻ്റെ സൗകര്യമുള്ള സമയത്തേ വെക്കുകയുള്ളൂ. കാരണം സാറിനെ വേണം, അങ്ങനെ ഇത് കാണാനും ആളുകൾ വേണം. മറ്റൊരു കാര്യം കൂടെ പറയുന്നത്, എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഇത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആരും പ്രതീക്ഷിച്ചില്ല ഇതൊന്നും ആരും വായിക്കില്ല, ഇതങ്ങനെ പോവും. ഞാൻ 82ഓളം കൃതികൾ അയച്ചു. ഇത് അവിടെ കിടക്കുകയുള്ളൂ എന്നായിരുന്നു. നമ്മൾ മോശം പറയല്ല, ഇതൊക്കെ നോക്കാൻ ആളുണ്ടാവുമോ എന്ന് ആശങ്കപ്പെട്ടിരുന്നു. അപ്പം ഇങ്ങനെ പോയി. പക്ഷേ ഡിപ്പാർട്ട്മെൻറ്റ് ലക്ഷക്കണക്കിന് സൃഷ്ടികൾ വന്ന് ഓരോന്നും വിലയിരുത്തി. അപ്പം നമുക്ക് മനസ്സിലാവേണ്ടത് നമ്മൾ കൊടുക്കുന്നതൊക്കെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് സൂക്ഷിക്കുകയും കാണുകയും ചെയ്യുന്നു, അതിനെ വിലമതിക്കുന്നു. നമ്മൾ നിസ്സാരമായിട്ട് കാണരുത്. അത് അങ്ങനെ ഒരു അണ്ടർ എസ്റ്റിമേറ്റ് പാടില്ല എന്നുകൂടിയുള്ള ഒരു തെളിവാണ്. എത്രയോ സ്കൂളിൽ നിന്ന് 40 കുട്ടികൾ വരെയുള്ള സ്കൂളിൽ നിന്ന് അയച്ചിട്ടുണ്ട്. ഇതൊക്കെ കാണേണ്ടവർ കാണുന്നു. നമ്മുടെ DO സാർ അടക്കം അങ്ങോട്ട് മേലോട്ടുള്ള നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എല്ലാ ഔദ്യോഗിക മേഖലയിലുള്ള പ്രതിഭകളും നമ്മൾ ഇത് കാണുകയും നമ്മളെ അനുമോദിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മുടെ വിദ്യാഭ്യാസം പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതൊരു നല്ലൊരു സന്തോഷമുണ്ട്. ഞാൻ ദീർഘിക്കില്ല. നിങ്ങളുടെ ക്ലാസ്സിൻ്റെ എന്നെ ഇവിടെ വിളിച്ചതിനും ഈ പരിപാടിയിൽ 2 വാക്ക് സംസാരിക്കാനും ശ്രമിച്ച ഇതിൻ്റെ സംഘാടക സമിതിയോടും ഈ സ്കൂളിലെ ഹെഡ് മാസ്റ്ററും മാനേജറും എല്ലാവരോടും ഞാൻ കടപ്പാടുള്ളവനാണ്. നന്ദി. ജയ് ഹിന്ദ്.
താങ്ക് യു സർ. അടുത്തതായി നമ്മുടെ സ്കൂളിലെ സീനിയർ അധ്യാപകനാണ്. നേരത്തെ വിജയകുമാർ സാർ സൂചിപ്പിച്ചതുപോലെ ഈ വർഷം ഈ വിദ്യാലയത്തിൽ നിന്ന് പടിയിറങ്ങുകയും ചെയ്യുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട രാധാകൃഷ്ണൻ മാസ്റ്റർ ഞങ്ങളുടെ അധ്യാപകർക്ക് വേണ്ടി ഈ സ്റ്റാഫിന് വേണ്ടി ആശംസ അർപ്പിക്കുന്നു. അതിനായി രാധാകൃഷ്ണൻ മാസ്റ്ററെ ക്ഷണിക്കുന്നു. ഈ ആദരിക്കൽ ചടങ്ങിൻ്റെ അധ്യക്ഷൻ പ്രിയങ്കരനായ മാനേജർ, ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത നമ്മുടെ വാർഡ് മെമ്പർ ശ്രീമതി സുലൈഖ, ബഹുമാനിയായ നമ്മുടെ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ, തിരൂരങ്ങാടി വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ വൃന്ദകുമാരി ടീച്ചർ, ഈ കുട്ടികളെ പരിശീലനം നൽകി അഫ്രയൊക്കെ പരിശീലനം നൽകിയ ആദരണീയനും ബഹുമാനീയനുമായ വിജയകുമാരൻ സാർ, നമ്മുടെ പ്രിയങ്കരനായ എച്ച്.എം. ബഷീർ സാർ, മറ്റ് സഹപ്രവർത്തകരെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഒരു നല്ല ചടങ്ങായതുകൊണ്ട് ഞാൻ നേരത്തെ ഇവിടെ വിജയകുമാർ സാർ സൂചിപ്പിച്ച പോലെ ഈ വർഷം വിരമിക്കുന്ന ഒരു അധ്യാപകനും ഇന്നത്തെ ഈ പ്രത്യേക സാഹചര്യത്തിൽ സ്കൂളുകളിൽ വല്ലപ്പോഴും ഒന്ന് വന്നു നോക്കി പോകുന്ന ഒരു അധ്യാപകനാണ് എന്ന് നിങ്ങളെ മുന്നിൽ പറയുകയാണ്. അതിനിടയിലാണ് ഇന്ന് എല്ലാ അധ്യാപകരും ഡിയോ വരുന്നുണ്ട്, നമുക്ക് കൂടാമെന്നുള്ള രീതിയിലൊരു കേട്ടപ്പോഴ് മാത്രവുമല്ല, ഇതൊരു വല്ലാതെ ആകർഷിക്കുന്ന ഒരു ചടങ്ങ് കൂടിയായതുകൊണ്ട് ഞാനിതിൽ പങ്കാളിയായതാണ്. സാധാരണ നിത്യവും സ്കൂളിൽ എത്താറില്ല ഇപ്പോൾ, പക്ഷേ ഇതൊരു ധന്യമുഹൂർത്തമായി ഞാൻ ഓർക്കുകയാണ്. കാരണം നമുക്കൊക്കെ ഓരോ കഴിവുകളുണ്ട്. ആ കഴിവുകൾ നമ്മൾ ഓരോ സാഹചര്യം അനുസരിച്ച് നമ്മൾ പുറത്തെടുക്കുമ്പോഴാണ് മറ്റുള്ളവർ ശ്രദ്ധിക്കപ്പെടുന്നത്. ഇവിടെ കാരുണ്യത്തിൻ്റെ 2 കഴിവുകൾ തന്നെയാണ് ഈ 2 കുട്ടികളും പ്രകടിപ്പിച്ചിട്ടുള്ളത്. അഫ്ര മറിയയാണെങ്കിലും അദ്വൈതാണെങ്കിലും. നമുക്കറിയാം, ഇവിടെ മാഡം പറഞ്ഞ പോലെ നീന്തൽ അറിയില്ല എന്നുള്ളത് നമ്മൾ പലപ്പോഴും പലരും പുറത്ത് കാണിക്കാറില്ല. എന്നാൽ എല്ലാത്തിൻ്റെയും ഒരു പുതുതലമുറയിൽ നമ്മൾ പറയാറുണ്ട്, കമ്പ്യൂട്ടറും മൊബൈൽ ഫോണും ആകെ തലതിരിഞ്ഞ എന്ന രീതിയിൽ നമ്മൾ പറയാറുണ്ടെങ്കിലും ഇതിൻ്റെയൊക്കെ ഇടയിൽ താൻ നമ്മൾ ആർജിക്കേണ്ട ശേഷികൾ അത് പുറത്തു നിന്നാണ് കൂടുതൽ വരുന്നത്. അത് ആർജിക്കാനുള്ള ഒരു പ്രവൃത്തി ഉള്ളത് കൊണ്ടാണ് നീന്തൽ പഠിക്കാൻ കഴിയുന്നത്. നീന്തൽ പഠിക്കുക മാത്രമല്ല, അത് സമയോചിതമായി ഇടപെടുന്നത് കൊണ്ടാണ് അദ്വൈതന് ഇത്രയും ഒരു ജീവൻ രക്ഷിക്കാനും മറ്റുള്ളവർക്ക് മാതൃകയാക്കാനും കഴിയുന്നത്. ഇങ്ങനെ എല്ലാ കഴിവുകളും നമ്മൾ ഓരോ വ്യക്തികൾക്കും ദൈവം തന്നിട്ടുണ്ട്. ആ കഴിവുകൾ പുറത്തെടുക്കുമ്പോഴാണ്, അത് നമ്മൾ മറ്റുള്ളവരുടെ കാരുണ്യത്തിന് വേണ്ടി ചെലവഴിക്കുമ്പോഴാണ്, അത് പലരും പല രീതിയിലായിരിക്കാം അത് സമൂഹം ശ്രദ്ധിക്കപ്പെടുന്നത്. എന്തുകൊണ്ടും ഇത് ഒരു പ്രചോദനം തന്നെയാണ്. അതുപോലെ തന്നെ അഫ്ര മറിയത്തിൻ്റെ കാര്യം 2-3 വരികളാണ് ആ ശകലങ്ങളിലുള്ളത്. ഇവിടെ പറവകൾ ആകാശത്തിന് കീറിമുറിക്കുന്നില്ല എന്നും മത്സ്യങ്ങൾ നീന്തി തുടിക്കുന്ന മത്സ്യങ്ങൾ, ഇതെല്ലാം പറയുന്ന മനുഷ്യൻ മാത്രം എന്ത്, ഇത് മനുഷ്യനെ പ്രചോദിപ്പിക്കുന്ന അല്ലെങ്കിൽ മനുഷ്യനെ ചിന്തിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വരികളാണ്. പലപ്പോഴും ചരിത്രകാരന്മാർ സൂചിപ്പിക്കുന്ന പോലെ എഴുത്തുകാരാണ് ഒരു സമൂഹത്തിനെ ഏറ്റവും അധികം മാറ്റിമറിക്കുന്നത്, അല്ലാതെ രാഷ്ട്രീയക്കാരോ ഉദ്യോഗസ്ഥരോ ഒന്നുമല്ല. പേനത്തുമ്പിൻ്റെ ശക്തി അത് വളരെ ബൃഹത്താണ്. നമുക്കെല്ലാം ഫ്രഞ്ച് വിപ്ലവത്തിലൊക്കെ റിനൈസൻസ്, അതിൻ്റെ നവോത്ഥാനങ്ങൾ അതുണ്ടാക്കിയത് റൂസോ, വോൾട്ടയർ, മോണ്ടസ്ക്യൂ പോലുള്ള എഴുത്തുകാരാണ്. അതുപോലെ ഭാവി തലമുറയിൽ നിങ്ങളിൽ ഒരുപാട് സമൂഹത്തെ മുന്നോട്ട് നയിക്കാനുള്ള അഫ്ര മറിയമാരുണ്ടായിരുന്നു. അപ്പൊ ഇതിന് വലിയൊരു പ്രചോദനം നൽകുന്ന, ഇത് മറ്റുള്ള കുട്ടികൾക്ക് കൂടി പ്രചോദനമായ ഒരു സദസ്സാണ്. ഈ 2 കുട്ടികൾക്കും എല്ലാവിധ ഭാവങ്ങളും ഇനി അങ്ങോട്ടുള്ള ജീവിതവും ഭാവിയും എല്ലാം സുരക്ഷിതമാക്കുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് പ്രചോദനവും സന്തോഷവും നൽകുന്ന കാരുണ്യവും നിറഞ്ഞ പ്രവർത്തനങ്ങൾ നൽകാൻ അവരെ സർവശക്തനായ സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ജയ് ഹിന്ദ്.
നമ്മുടെ ഹ്രസ്വവും പ്രൗഢവുമായ ഈ പരിപാടി പരിസമാപ്തിയിലേക്ക് എത്തുകയാണ്. അഫ്രയെയും നൂറയെയും പോലുള്ള ആളുകൾ ഉയർന്നു വരട്ടെ, സർഗാത്മക ചിന്തകൾ ഉയരട്ടെ. ഒപ്പം അദ്വൈതിനെ പോലെയുള്ള ധീരന്മാർക്ക് ഇനിയും നമ്മുടെ വിദ്യാലയം ജന്മം നൽകട്ടെ. ഈ പരിപാടിയുടെ ഏറ്റവും അവസാനത്തെ ഭാഗമായി നമ്മുടെ ബഹുമാന്യനായ സ്റ്റാഫ് സെക്രട്ടറി നമ്മുടെ 2 വിദ്യാർത്ഥികളും അവിടെ ചില അനുഭവങ്ങൾ പങ്കുവെക്കുന്നു. നന്ദി പ്രഭാഷണത്തിന് മുമ്പ് ആദ്യമായി അഫ്രയെ തന്നെ ഈ വേദിയിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. നമസ്കാരം. ഈ വേദിയിലെ എല്ലാവർക്കും, അതുപോലെ തിരുരങ്ങാടി ഡിഒ അതുപോലെ തന്നെ KHMS വാഴക്കുളത്തിൻ്റെ HM, അതുപോലെ ഈ വാർഡിൻ്റെ വാർഡ് മെമ്പറായ എല്ലാവർക്കും, അതുപോലെ വേദിയിലിരിക്കുന്നവർക്കും എല്ലാ വിദ്യാർത്ഥികൾക്കും നന്ദി അഭിനയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. പ്രിയപ്പെട്ട അദ്വൈത്, എല്ലാവരും ഇങ്ങനെ കാണാൻ സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. അപ്പോൾ ഞാനിത് ഫേമസ് ആവണം വെച്ചിട്ടോ വാർത്തയിൽ വരണം വെച്ചിട്ടോ ചെയ്തതല്ല. ഒരു ജീവൻ രക്ഷിക്കാനുള്ളതാണ്, കർത്തവ്യമാണല്ലോ, അത് ചെയ്തെന്നേ ഉള്ളൂ.